നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ സിനിമാ സംഘടനകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഫെഫ്കയിൽ നിന്ന് ഇന്നലെ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരുന്നത് പ്രേക്ഷകർക്കറിയാം. അതേസമയം കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷയിൽ മറ്റന്നാൾ വാദം നടക്കും. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സിനിമാ സംഘടനകളിൽ ചേരിപ്പോര് തുടങ്ങിയോ ഇതിൻ്റെ പേരിൽ? അതേ സ്കെയിൻ അത് തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു ശിക്ഷാവിധിക്ക് ശേഷം ഇപ്പോഴും അതിന്റെ വിവാദം കത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിൽ ഇപ്പോൾ ദിലീപിനെ ഈ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയുമായി രംഗത്തുണ്ട്. ഇന്നലെ ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരുന്നു. ഈ രാജിവെക്കാനുള്ളൊരു കാരണമായി പറഞ്ഞിരുന്നത് ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ അമിത താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ ചലച്ചിത്ര സംഘടനകളുടെ നേതൃത്വത്തിലുള്ളവർ പെട്ടെന്ന് തന്നെ അതിൽ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതായിരുന്നു ഭാഗ്യലക്ഷ്മി പ്രധാനമായും പറഞ്ഞത്. എന്നാൽ ബി ഉണ്ണികൃഷ്ണനുമായൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ പറയുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമായിരിക്കും അത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുക. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്യുന്നത്. പ്രോസിക്യൂഷൻ ഇതിൽ പ്രധാനമായും ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഈ ശിക്ഷാവിധിക്ക് ശേഷമുള്ള എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയട്ടെ, അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ഇതിൽ ശിക്ഷാവിധിയിൽ വാദം നടക്കുന്നത്. പൾസർ സുനി അടക്കമുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷാവിധിയിൽ അന്ന് വാദം കേൾക്കും. അന്ന് തന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ, ഉത്തരവ് പുറത്തു വരികയും ചെയ്യും. ഒരു പക്ഷേ വിധി മറ്റൊരു ദിവസത്തേക്കോ അല്ലെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ശേഷമോ പറയാൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത്. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. നിയമ നടപടികളുമായി, അതായത് തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിരിക്കുന്നു എന്ന വാദവുമായി അതിൽ ഒരു നിയമ നടപടികളുമായി പോകാനാണ് ഇപ്പോൾ ദിലീപ് ഈ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സിനിമാ മേഖലയിൽ തന്നെ ഈ ശിക്ഷാവിധിക്ക് ശേഷവും ഒരു രണ്ടായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള സിനിമയിൽ നിന്നുള്ള ചിത്രം. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.